നിനക്കറിയോ, ഇന്നെന്റെ മകൻ വിക്രം ഒരു ഭാര്യയില്ലാതെ, അവന്റെ മകൻ കവിൻ ഒരു അമ്മയില്ലാതെ വളർന്നുകൊണ്ടിരിക്കുക. അതിന് കാരണം വഴിപഴച്ച വിജി എന്ന ഒറ്റൊരാളാ. വിക്രം അവളെ അമിതമായി വിശ്വസിച്ച് ഞങ്ങളെയെല്ലാം എതിർത്ത് ആ പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. എന്നാ അവസാനം അവള് കാരണം എന്റെ മകന് സ്വസ്ഥമായൊരു ജീവിതം പോലും കിട്ടിയില്ല. വേറൊരു പെണ്ണിനെ അവൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവൻ സന്തോഷമായിട്ട് ഇപ്പൊ ജീവിച്ചേനെ. ഇപ്പൊ എന്റെ പേരക്കുട്ടി കവിൻ അമ്മയില്ലാത്തൊരു കുട്ടിയായി വളർന്നുകൊണ്ടിരിക്കുക. കേട്ടോ ശിവ, എന്റെ മോനും പേരക്കുട്ടിയും കഷ്ടപ്പെടുന്നതിന് കാരണം അവളാ. അവൾക്കൊരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല. ആ സമയം പലതവണ ഉപദേശിച്ചതാ ഞാൻ അവനെ. എന്നാ വിക്രം ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ അവളെ വിശ്വസിച്ച് ഞങ്ങളെയെല്ലാം ഇട്ടെറിഞ്ഞു പോയതാ. അവസാനം അവളുടെ സ്വഭാവമാണ് മനസ്സിലായത്. അവൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുമ്പോഴാ ഇപ്പോ നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. അവൾ എന്തോ ഒരു ദുരിദേശം വെച്ച ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ചേച്ചി ചേച്ചി ഒരു കാരണവശാലും പേടിക്കണ്ട. അവൾ എവിടെയാണ് എന്താ ചെയ്തെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ അവളെ ഓടിച്ചു വിട്ടേക്കാം. അങ്ങനെ ചെയ്യണം ശിവ. അവൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് നമുക്ക് നല്ലതല്ല. എന്റെ പേരക്കുട്ടി കവിനും വിക്രമും അവര് രണ്ടുപേരും ഒരു കാരണവശാലും അവളെ കാണാനുള്ള അവസരം ഉണ്ടാവരുത്. അവള് കവിനെ കടത്തിക്കൊണ്ടു പോകാനായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. എന്റെ പേരക്കുട്ടിയെ ഒരു കാരണവശാലും ഒരു കാലത്തും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നോക്ക്, ആ വിജയെ നീ നേരിൽ കണ്ട കാര്യം ഞാനും നീയും നിന്റെ ഭാര്യയും അല്ലാതെ മറ്റൊരാളും അറിയാൻ പാടില്ല. ഈ വീട്ടിലുള്ള ഒരാള് പോലും അറിയാൻ ഇടവരരുത്. പ്രത്യേകിച്ച് വിക്രമും കവിനും ഇതറിയരുത്. എന്റെ മോൻ വിക്രമിനെ എങ്ങനെയെങ്കിലും രണ്ടാമതൊരു കല്യാണം കഴിപ്പിച്ച് അവൻ മറ്റൊരു പെണ്ണുമായിട്ട് സന്തോഷമായി ജീവിക്കുന്നത് എനിക്ക് കൺകുളിർക്കെ കാണുന്നുണ്ട്. ആ വിജയ് എന്റെ മോന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വരരുത്. വിക്രമിനും അവളോട് നല്ല ദേഷ്യമുണ്ട്. അവള് മരിച്ചെന്ന് വിചാരിച്ച അവൻ ജീവിക്കുന്നത് തന്നെ. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവര് പരസ്പരം കണ്ടുമുട്ടി കോംപ്രമൈസ് ആയിട്ട് വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നു കഴിഞ്ഞാ അവളുടെ മുന്നിൽ നമ്മൾ തോറ്റുപോയി എന്നർത്ഥം. അവള് തറവാട്ടി പിറന്നവളായിരുന്നെങ്കിൽ എന്റെ മകന്റെ കൂടെ അവള് സന്തോഷമായിട്ട് ജീവിക്കേണ്ടതാ. അവളാള് ശരിയല്ല. അതുകൊണ്ട് ഇനി അവൾക്ക് എന്റെ മകന്റെ കൂടെ ജീവിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. ഈ കാര്യങ്ങൾ രഹസ്യമായിരിക്കണം. ആരോടും കൊട്ടിഘോഷിക്കണ്ട. ചേച്ചി, ഈ കാര്യത്തെ പറ്റി ഞാൻ പുറത്ത് മിണ്ടുകയില്ല. ആ വിജയെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ചേച്ചി. ചേച്ചി അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേ വേണ്ട. റിലാക്സ് ആയിട്ടിരിക്കുന്നേ. ആഹാ, എല്ലാം പറഞ്ഞ് ചേച്ചിയെ ടെൻഷനൊക്കെ ഇട്ട് ഇപ്പൊ ചേച്ചിയോട് ടെൻഷൻ ആവല്ലേ എന്ന് പറയുന്ന ബുദ്ധി. എന്തൊരു മനുഷ്യനാ ഇത്. വിജി 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 എന്താ വിജി ഇത്? എന്താ ഇത്ര സാവകാശം വരുന്നത്? ഇല്ല സാർ, ഞാൻ സമയത്തിന് എത്തിയല്ലോ. അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഓണറാണെങ്കിൽ നിന്റെ കാര്യത്തിൽ നല്ല ദേഷ്യത്തിലായിരിക്കുന്നത്. എന്നോട് എന്തിനാ അദ്ദേഹം ദേഷ്യപ്പെടുന്നേ? അതൊക്കെ ഉണ്ട് വിജി. ഒരു VIP കസ്റ്റമറെ നന്നായി നോക്കണം എന്നുള്ള ഉത്തരവാദിത്തം വിജയെ ഏൽപ്പിച്ചിരുന്നില്ലേ? അത് കൃത്യമായിട്ട് നോക്കാതെ വിജിയുടെ കാര്യം നോക്കി പോയിന്ന് ആരോ ഓണറുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുക. അത് കേട്ടത് മുതൽ ഓണർ വിജിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലല്ലേ. ഇതിന്റെ ഇടയിൽ ആ VIP കസ്റ്റമറില്ലേ, അയാൾ എന്താ പറഞ്ഞെന്നറിയോ? കെയർലെസ്സായി ഇറസ്പോൺസിബിൾ ആയ ആൾക്കാരൊക്കെ ജോലിക്ക് വെച്ച ഈ സ്ഥാപനം എങ്ങനെ നന്നാവാനാണ് അയാൾ വായ തോന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഇതൊക്കെ തലയിലിട്ട് പെരുപ്പിച്ച് ഓണർ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക അവിടെ. ഇപ്പൊ വിജി എന്താ ചെയ്യേണ്ടെന്നറിയോ? ഓണറുടെ അടുത്ത് ചെന്ന് സമാധാനത്തിൽ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്ക്. സാർ, ഞാൻ കരുതി കൂട്ടിയൊന്നും ചെയ്തതല്ല. ഞാൻ ഗോഡൌണിൽ കുടുങ്ങിയ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനും അതന്നെ പറഞ്ഞു വരുന്നേ. വിജി വന്ന ഉടനെ തന്നെ ഓണറുടെ ക്യാബിനിലേക്ക് ചെല്ലാനായിട്ട് എന്നോട് പറഞ്ഞു ഏൽപ്പിച്ചിരിക്കല്ലേ. അതിനുവേണ്ടി വിജയെ കാത്ത് ഞാൻ ഇവിടെ തന്നെ നിന്നെ. ഓണർ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചേ. വിജിയുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഓണറുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഓണർ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ചെയ്യാതിരിക്കോ? നടന്നതൊന്നും അദ്ദേഹം മനസ്സിലാക്കിയതൊന്നും. വിജിയുടെ അവസ്ഥയ്ക്ക് എനിക്ക് മനസ്സിലാവും. പക്ഷെ തന്റെ ആത്മാർത്ഥത ഓണർ എന്താ മനസ്സിലാക്കാത്തെന്ന് എനിക്ക് പിടികിട്ടാത്ത. തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അയാൾ എന്താ സന്തോഷമാതാണോ പറയും? എന്താ വിജി ഇങ്ങനെ നോക്കുന്നത്? വിജിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ ഒരേ ഒരാളെ ഉള്ളൂ. അതീ സന്തോഷമാധവനാണ് ഈ ഞാൻ തന്നെ.
എന്താ മനസ്സിലായില്ലേ? ഞാൻ ഈ സന്തോഷ് മാധവൻ തന്നെ. ശരി, ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടിട്ട് വരാം. അല്ല നിക്ക് വിജി, ഞാനും വരാം. നടക്ക്. അതെ, ഓർഡർ ചെയ്തിട്ട് എത്ര നാളായി? എപ്പോ വരും ആ കൺസൈൻമെന്റ്? ഒരു കാര്യം ചെയ്യ്, ആ ഡേറ്റെങ്കിലും ഒന്ന് പറ. വെച്ചോ. സാർ, വാ വിജി. വിജി, നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു കാര്യം ഏൽപ്പിച്ച അത് ചെയ്യണ്ടെന്നാണോ? അയ്യോ സാർ, അങ്ങനെയൊന്നും അല്ല സാർ. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞോ? ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ തന്നോട് എന്താ പറഞ്ഞത്? അദ്ദേഹം നമ്മുടെ VIP കസ്റ്റമർ ആണ്. അങ്ങനെ ഒരാൾ വരുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് എടുത്തു കൊടുക്കുകയല്ലേ വേണ്ടത്. പക്ഷെ നീ എന്താ ചെയ്തേ? അതൊന്നും നോക്കാതെ അവിടുന്ന് എങ്ങോട്ടാ പോയി? അദ്ദേഹം എന്നെ പറ്റി, എന്റെ കടയെ പറ്റി എന്താ വിചാരിക്കുക? അത്രയും വലിയൊരു VIP കസ്റ്റമർ നമ്മുടെ കടയിൽ വരുന്നത് തന്നെ വലിയൊരു കാര്യ. അവരൊക്കെ ആരെ കണ്ടിട്ടാ വരുന്നേ? എന്നെ കണ്ടിട്ടാ. ഇന്നലെ നീ അങ്ങനെയൊക്കെ കാണിച്ചത് എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിട്ടാണോ? ഇല്ല സാർ, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞോ? ഞാൻ പറയുന്നൊന്ന് കേൾക്കണേ സാർ. നീ പറയുന്നത് ഞാൻ കേൾക്കണോ, അതോ ഞാൻ പറയുന്നത് നീ കേൾക്കണോ? നോക്കു വിജി, നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് പറ. ഇനി ഇതുപോലെ ഞാൻ പറയുന്നത് കേൾക്കാതെ അലസമായിട്ട് ജോലി ചെയ്താ പിന്നെ ഞാൻ എന്താ പറയാന്നറിയില്ല. ഒരു ആൺതുണയില്ലാതെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കില്ലെന്ന് വിചാരിച്ചിട്ടാ തന്നെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടാത്തത്. അത് മനസ്സിലായിക്കോ. അയ്യോ, ഇനി ഇങ്ങനെ ഉണ്ടായി തന്നെ ഞാൻ പറഞ്ഞു വിടും. ജോലിയിൽ ഞാൻ വലിയ കർക്കശക്കാരനാ, മനസ്സിലായോ? ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗാ. ഇനി മേലാൽ ഇങ്ങനെ ഉണ്ടാവരുത്. ഇനി ഉണ്ടായ ഉറപ്പായിട്ടും തന്നെ ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞു വിടും. സാർ, ഇനി ഇന്നലെ കൂടുതലൊന്നും സത്യത്തിൽ- പറയണ്ട. കഴിഞ്ഞ കാര്യം വിസ്തരിക്കാൻ നിൽക്കണ്ട. സന്തോഷേ, സാറേ, ചെന്നാൽ ലാവണ്യോട് ഇങ്ങ് വരാൻ പറ. വിളിച്ചിട്ട് പറ രാജൻ. അല്ല, ലോഡ് ഞാൻ അന്ന് തന്നെ അയച്ചായിരുന്നല്ലോ. നീ അതെല്ലാം കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യ്. സാർ വിളിച്ചായിരുന്നോ? ലാവണ്യ, ഇനി മുതൽ ഈ വിജി നിന്റെ കൺട്രോളിൽ വേണം ജോലി ചെയ്യാൻ. ശരി സർ. തന്നെയല്ല, അവള് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നീ എപ്പോഴും നോക്കിക്കോണം. അയ്യോ, അല്ലെങ്കിൽ തന്നെ പിന്നാലെ നടന്ന് പണി തരാ. അതിന്റെ ഇടയിലാ മുഴുവൻ കൺട്രോളും കൊടുത്തിരിക്കുന്നത്. തീർന്നു. ഇനി നമ്മുടെ ആളുടെ അവസ്ഥ എന്തായി തീരോ എന്തോ. അവള് കുറച്ച് കെയർലെസ് ആയിപ്പോ. ഒന്ന് നോക്കിക്കോ. ഉറപ്പായിട്ടും സർ. സാറ് പറഞ്ഞതല്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇന്നലെ നടന്ന വിഷയത്തെ പറ്റി ഓണറുടെ അടുത്ത് കള്ളം പറഞ്ഞ് ഇങ്ങനൊരു പ്ലാൻ ഞാൻ തന്നെ സെറ്റാക്കിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കടയിൽ നിന്ന് തന്നെ